പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സമാധാനവും സന്തോഷവും ഒക്കെ നമ്മളിലെല്ലാം നിറയട്ടെ. ചിലർക്ക് നല്ലൊരു ദിവസമായിരുന്നിരിക്കണം, ചിലർക്ക് ഈ നല്ലൊരു ദിവസത്തിനിടയിലും ചില വേദനകളിലൂടെയൊക്കെ പോയിരുന്നിരിക്കണം. എന്തൊക്കെ വന്നാലും നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരുണയിലും കരുതലിലും ആശ്രയിക്കുക കേട്ടോ. പ്രത്യേകിച്ച് അച്ഛനെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ വാട്സപ്പിലൂടെയൊക്കെ കാണുന്ന നിങ്ങളോട് ഇന്നൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ്. അത് വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഈ സായാഹ്നത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. സങ്കീർത്തനം 113:9 അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവ് ആ കുഞ്ഞുങ്ങളെ നൽകി എല്ലാവരെയും സന്തുഷ്ടരാക്കുക. കർത്താവ് ഇടപെട്ട അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഒരു 2 ആഴ്ച മുമ്പ് അച്ഛൻ അർത്തുങ്ക പള്ളിയിൽ പോയിരുന്നു. അപ്പം അവിടെ പള്ളിയുടെ മുമ്പിലായിട്ട് ഒരു അക്രൈസ്തവ ദമ്പതികളെ അച്ഛൻ കണ്ടു. അപ്പം അവരെന്നോട് പറയുമായിരുന്നു, അച്ഛാ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരട്ടക്കുട്ടികളെ നൽകി ഈശോ അനുഗ്രഹിച്ചതെന്ന്. അതായത് ഒരിക്കൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭവനത്തിൽ നിറയെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാണ്. അപ്പോൾ അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുകയാണ് പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ട്. അപ്പോൾ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ആ മകള് ഗർഭിണിയായി. അപ്പോൾ അത് ഒത്തിരി സന്തോഷത്തോടെ അച്ഛനോട് പറയുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും നമ്മൾ സമർപ്പിക്കണം. നമുക്കറിയത്തില്ല അവരനുഭവിക്കുന്ന മാനസിക വേദന എത്രമാത്രമാണെന്ന്. അച്ഛൻ്റെ അടുത്ത് എത്ര യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളില്ലാത്ത മധ്യവയസ്കരൊക്കെ വരുമെന്ന് അറിയുമോ അച്ഛാ? നാട്ടുകാരുടെ കുത്തുവാക്കുകൾ, ബന്ധുമിത്രാദികളുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് മടുത്തു, തകർന്നു വച്ചാ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കഴിയുമെങ്കിൽ ഇന്ന് നിങ്ങൾ മെസ്സേജ് ബോക്സിൽ ഈശോയെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.